പ്രിയദർശിനിക്കെതിരെ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രതിഷേധം. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി പ്രിയദർശിനി പദ്ധതി ജൂൺ 15 മുതലാണ് നടപ്പിലാക്കുന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യ യാത്രയ്ക്കെതിരെ ഓൾ കേരള മെൻസ് അസോസിയേഷൻസ് എന്ന സംഘടനയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിൽ സൗജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അംഗീകാരം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഈ പദ്ധതിയെ സംസ്ഥാന സർക്കാർ പ്രിയദർശിനി എന്ന പേരിട്ടാണ് വിളിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയിൽ വരുമാനം കണക്കാക്കില്ല, പ്രായം കണക്കാക്കില്ല, അങ്ങനെ യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെയാണ് പദ്ധതി ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. ആദ്യ ഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതി സർക്കാരിന് ഒരു മാസം 65 മുതൽ 70 കോടിയോളം ബാധ്യത ഉണ്ടാക്കിയേക്കും. KSRTCക്ക് അതിന്റെ വരുമാനത്തിൽ ഒരു വർഷത്തിൽ 800 കോടി രൂപയിലധികം കുറവും വന്നേക്കും. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് 15-ാം തീയതി KSRTC തടയുമെന്ന് മെൻസ് അസോസിയേഷൻ പ്രഖ്യാപിക്കുന്നത്. ജൂൺ 15-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും ബസ്സുകൾ തടയുമെന്നും മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ പറയുന്നു. ബസ്സുകൾ തടയുന്നത് കൂടാതെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുമെന്നും അജിത് കുമാർ പറയുന്നുണ്ട്. സൗജന്യ യാത്ര എന്നത് പുരുഷന്മാരുടെയും അവകാശമാണ്. സ്ത്രീവിരുദ്ധത അല്ല ഞാൻ പറയുന്നത്. പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ സൗജന്യ യാത്ര കൊടുക്കൂ. ഓരോരുത്തരുടെ റേഷൻ കാർഡ് നോക്കി സാമ്പത്തികമായി പിന്നാക്ക അവസ്ഥയുള്ള സ്ത്രീകൾക്ക് സൗജന്യയാത്ര കൊടുക്കുന്നതിൽ ആർക്കും പ്രശ്നമില്ല. എന്നാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജോലിക്കാരായ സ്ത്രീകൾക്ക് എന്തിനാണ് സർക്കാർ തന്നെ ഈ സൗജന്യയാത്ര കൊടുക്കുന്നത്? പുരുഷനായി ജനിച്ചതുകൊണ്ട് ഒരിടത്തും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. പുരുഷന്മാരും ഇവിടുത്തെ വോട്ട് ബാങ്കാണ്. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങണം, ഇല്ലെങ്കിൽ പിടിച്ചു വാങ്ങണം. പുരുഷന്മാർക്കും ബസ്സിൽ സംവരണ സീറ്റ് വേണം. അമ്മ തന്നെയാണ് എല്ലാ പുരുഷന്മാരെയും പ്രസവിച്ചത്, പെണ്ണുങ്ങളെ മാത്രമല്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും സൗജന്യം കൊടുക്കട്ടെ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്തിനാണ് ഈ സൗജന്യം? ഇവർ ആരാണ്? 15-ാം തീയതി നമ്മൾ പ്രതിഷേധിക്കും. KSRTC ബസ്സിൽ യാത്ര ചെയ്യും. ഒരാളും ടിക്കറ്റ് എടുക്കരുത്. ഇതാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ പറയുന്നത്. നമ്മുടെ എല്ലാം വീടുകളിൽ സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സൗജന്യയാത്ര എന്നത് എല്ലാവർക്കും നല്ലൊരു കാര്യമായിട്ടാണ് പൊതുവെ തോന്നുന്നത്. എന്നാൽ അജിത് കുമാർ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും പ്രായമായ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചാൽ ആരും അതിനെ എതിര് പറയില്ല. ഇതിപ്പോൾ സർക്കാരിൽ നിന്നും മാസശമ്പളമായി ആയിരക്കണക്കിന് രൂപയും യാത്രപ്പടിയും ഒക്കെ വാങ്ങുന്ന സ്ത്രീ ജീവനക്കാർക്കും സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഒരു അവസരമാണ് നൽകുന്നത്. എന്നാൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യം ചുരുക്കിയതുകൊണ്ട് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നവർ കുറവായിരിക്കും. അത് മാത്രമല്ല, കാലക്രമേണ ഓർഡിനറി ബസ്സുകൾ പിൻവലിച്ച് പകരം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളായിരിക്കും സർക്കാർ ഇറക്കാൻ പോകുന്നത്. എന്തായാലും ജൂൺ 15-ന് തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മാത്രമേ ഇതിന്റെ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ.